തീക്കാറ്റായി വൈഷ്ണ സുരേഷ്. വൈഷ്ണ സുരേഷിൻ്റെ പരാതിയിൽ ചെമ്പഴന്തി ഉദയനെതിരെ BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഇന്നലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെയുണ്ടായ കയ്യാങ്കളിയെ തുടർന്ന് 3 മുന്നണികളുടെയും കൗൺസിലർമാരെ പ്രതി ചേർത്ത് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എങ്കിലും ചെമ്പഴന്തി ഉദയനാണ് പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് കൗൺസിലർമാരായ വൈഷ്ണ സുരേഷ്, S ഷെർലി, അനിത അലക്സ് എന്നിവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ BJP കൗൺസിലറായ ചെമ്പഴന്തി ഉദയനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. VG ഗിരികുമാർ, വയൽക്കര രതീഷ്, പാപ്പനംകോട് സജി എന്നീ 4 കൗൺസിലർമാരും പ്രതികളാണ്. UDF വനിതാ കൗൺസിലർമാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും മുഖത്തടിക്കുകയും ചെയ്തു ചെമ്പഴന്തി ഉദയൻ എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. ഇന്നലെ BJP UDFിനോട് കാണിച്ചത് പക്ക ഗുണ്ടായുസമായിരുന്നു. ശബരിനാഥനെ ചെമ്പഴന്തി ഉദയൻ കരണത്തടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോകളിൽ ചാനലുകൾ പുറത്തുവിട്ടു. വളരെ ഒരു തരം താണ ഗുണ്ടയെ പോലെയാണ് ചെമ്പഴന്തി ഉദയൻ പെരുമാറിയത്. ആ ചെമ്പഴന്തി ഉദയനെ ശബരിനാഥനെ തല്ലിയ ചെമ്പഴന്തി ഉദയനെ കോൺഗ്രസ് കൗൺസിലർ ഷെർലി കരണത്തടിക്കുന്ന കാഴ്ചയും കണ്ടു. വൈഷ്ണ സുരേഷ് ചെമ്പഴന്തി ഉദയനോട് കയർക്കുന്ന കാഴ്ചയും കണ്ടു. ചെമ്പഴന്തി ഉദയൻ്റെ ഷർട്ടൊക്കെ പിടിവലിക്കിടയിൽ കീറിപ്പോയി. കീറിയ ഷർട്ടുമിട്ട് തരം താണ വാക്കുകളുമായി നഗരസഭയ്ക്ക് അപമാനമായി മാറി ചെമ്പഴന്തി ഉദയൻ. ചെമ്പഴന്തി ഉദയൻ അണിയൂറുകാരനാണ്, പണ്ടത്തെ RSS ഗുണ്ടയാണ്, നിരവധി കേസുകളിൽ പ്രതിയാണ്. SFI നേതാവായിരുന്ന അജയിനെ ചെമ്പഴന്തി SM കോളേജിലെ SFI നേതാവായിരുന്ന അജയിനെ കൊലപ്പെടുത്തിയ കേസിൽ ചെമ്പഴന്തി ഉദയൻ്റെ പങ്ക് അക്കാലത്ത് ചർച്ച ചെയ്തിരുന്നു. ചെമ്പഴന്തി ഉദയൻ പഴയ ഗുണ്ടായുസത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. അയാളുടെ ഗുണ്ടായുസമാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ നടന്നത്. എന്തായാലും 20 കൗൺസിലർമാരെ കോൺഗ്രസ്സിന് ഉള്ളൂ നഗരസഭയിൽ, തിരുവനന്തപുരം നഗരസഭയിൽ. പക്ഷേ അവർ ശക്തമായി തന്നെ പ്രതികരിച്ചു. പ്രത്യേകിച്ചും വൈഷ്ണ സുരേഷ്. കൗൺസിൽ യോഗത്തിന് ശേഷം ഹാജർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് കടന്നത്. BJP UDF അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ആക്രമണത്തിൽ UDF കൗൺസിലർമാരായ ഷെർലയ്ക്ക് കഴുത്തിലും അനിത അലക്സിന് കൈക്കും പരിക്കേറ്റു. ഇരുവരും ജനറൽ ആശുപത്രിയിലാണ്. കോർപ്പറേഷൻ യോഗത്തിൻ്റെ ഹാജർ ബുക്കിൽ BJP കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ച് ബുക്ക് ഉയർത്തിക്കാട്ടി UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ചെമ്പഴന്തി ഉദയൻ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായി മാറിയത്. പിന്നീട് ശബരിനാഥൻ്റെ കരണത്ത് ചെമ്പഴന്തി ഉദയൻ അടിച്ചു. കൗൺസിലറായ ഷെർലി തിരിച്ച് ചെമ്പഴന്തി ഉദയൻ്റെ കരണത്തും ഒന്ന് കൊടുത്തു. വൈഷ്ണ സുരേഷ് അടക്കമുള്ള കൗൺസിലർമാർ ശബരിനാഥന് പ്രതിരോധം ഏർപ്പെടുത്തി. എന്തായാലും ആദ്യം CPM കൗൺസിലർമാരെ തല്ലിയൊതുക്കി BJP. രണ്ടാമത് UDF കൗൺസിലർമാരെ, ആദ്യം LDF കൗൺസിലർമാരെ, രണ്ടാമത് UDF കൗൺസിലർമാരെ തല്ലിയൊതുക്കി BJP. പക്ഷേ കേസ് മുറുകുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു
അപമാനിക്കൽ അടക്കം, പരസ്യമായി അവരുടെ സാരി വലിച്ചു കീറിയത് അടക്കം, ചുരിദാറിൻ്റെ ഷാൾ എടുത്തറിഞ്ഞത് അടക്കം ഗുരുതരമായ വകുപ്പുകളാണ് ചെമ്പഴന്തി ഉദയനെതിരെ FIR-ൽ ഇട്ടിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സുഗതന് പിന്നാലെ ചെമ്പഴന്തി ഉദയനും കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈഷ്ണവ് സുരേഷ്, UDFിൻ്റെ വൈഷ്ണവ് സുരേഷ്, കോൺഗ്രസിൻ്റെ വൈഷ്ണവ് സുരേഷ്, മുട്ടട വാർഡിൽ നിന്ന് വിജയിച്ച വൈഷ്ണവ് സുരേഷ് തീക്കാറ്റായി മാറിയിരിക്കുന്നു.